വന്ദേമാതര വിവാദത്തിൽ സർക്കാരിനെയും മന്ത്രി എൻ ശംസുദ്ദീനെയും തള്ളി ലോക്ഭവൻ. ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ വന്ദേമാതരം ചൊല്ലാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ലോക്ഭവൻ വൃത്തങ്ങൾ. അതേസമയം സർക്കാർ സംഘപരിവാറിന് അടിമപ്പെട്ടെന്നാണ് ഉയരുന്ന വിമർശനം. വിവാദത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നാഭിപ്രായങ്ങളും ഉയരുകയാണ്. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേഭാരതം സംബന്ധിച്ച് വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? ഇതാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാനായി മന്ത്രി എൻ ശംസുദ്ദീൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന. എന്നാൽ മന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വാതന്ത്ര്യദിന പരിപാടിയിൽ വന്ദേമാതരം ചൊല്ലണമെന്ന് രാജ്ഭവൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടില്ല. നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വന്ദേമാതര വിവാദത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നാഭിപ്രായങ്ങളാണ് നിറയുന്നത്. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. അത് ചീഫ് സെക്രട്ടറി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം സെൻട്രലിൻ്റെ ചില കാര്യങ്ങളും നടപ്പാക്കാനുള്ളൊരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കേരളം അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ പഴയ ഞങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ. അത് ചീഫ് സെക്രട്ടറി ഏത് സാഹചര്യത്തിൽ ഇറക്കിയെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരം ധൃതി പിടിച്ചിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ്റിനോട് സംസാരിക്കും. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഗവൺമെൻറ്റാണ്, നമ്മുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പാകപ്പിഴയുണ്ടായാൽ അത് സർക്കാരിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശ്രമം. അതുകൊണ്ട് അത് പരസ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയെ കൊണ്ടുവരും. എന്നാൽ വിവാദത്തിൽ ഇതുവരെയും ആഭ്യന്തരമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ നേരത്തെ ചോദിച്ച കാര്യത്തിലേക്ക് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളിലടക്കം വിദ്വേഷവും വർഗീയതയും കുത്തിനിറയ്ക്കാൻ RSS ശ്രമിച്ചിരുന്നു. ഇതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് വന്ദേമാതര വിവാദവും. സംഘപരിവാറിന്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന സർക്കാരായി UDF ഗവൺമെന്റ് മാറിയെന്നും വിമർശനമുയരുന്നുണ്ട്. കൂടാതെ വന്ദേമാതര വിവാദത്തോടെ കോൺഗ്രസും സംഘപരിവാറും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവവും പുറത്തുവന്നുവെന്നാണ് മറ്റൊരു വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.